ഡോക്ടർ പത്മ ഗ്യൂർമേത്ത് പത്മശ്രീ 2026 മാഞ്ഞു തുടങ്ങിയ ഒരു പൈതൃകത്തിന് പുതുജീവനേകിയ ചികിത്സകൻ. ഹിമാലയത്തിന്റെ നിശബ്ദതയിൽ 2500 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ പാരമ്പര്യം അസ്തമിക്കുകയായിരുന്നു. നാഡീസ്പന്ദനം കേട്ട് രോഗം തിരിച്ചറിയുന്ന അപൂർവ ഔഷധ സസ്യങ്ങൾ കൊണ്ട് ചികിത്സ നടത്തുന്ന സോവ റിഗ്പ ചില പൈതൃകങ്ങൾ നഷ്ടപ്പെടുത്താനാവാത്തത്ര പവിത്രമാണ് എന്നായിരുന്നു ഡോക്ടർ പത്മ ഗ്യൂർമേത്ത് വിശ്വസിച്ചിരുന്നത്. സോവ റിഗ്പയുടെ സംരക്ഷകനായുള്ള അദ്ദേഹത്തിന്റെ യാത്ര വളരെ ചെറുപ്പത്തിലെ ആരംഭിച്ചു. തന്റെ പിതാവ് ഔഷധങ്ങൾ തയ്യാറാക്കി രോഗികളെ സുഖപ്പെടുത്തുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം സോവ റിഗ്പ തിരഞ്ഞെടുത്തതല്ല, സോവ റിഗ്പ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ആദ്യമൊക്കെ മെഡിസിന് പഠിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പിതാവിന്റെ പ്രേരണ മനസ്സ് മാറ്റി. ഡോക്ടർ ഗ്യൂർമേത്ത് ഈ ചികിത്സാ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനായി തന്റെ ജീവിതം സമർപ്പിച്ചു. സോവ റിഗ്പയെക്കുറിച്ച് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചു. പക്ഷേ ഒരു പാരമ്പര്യം സംരക്ഷിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. സോവ റിഗ്പയെ പുനരുജ്ജീവിപ്പിക്കുന്നത് വെല്ലുവിളിയായിരുന്നു. ഇതൊരു ഭാരതീയ പൈതൃകമാണെന്ന് സ്വന്തം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പോലും ശ്രമകരമായിരുന്നു. ഒരു കാലത്ത് വിദ്യാർത്ഥികൾ അവസാനം മാത്രം തിരഞ്ഞെടുക്കുന്ന വഴിയായിരുന്നു സോവ റിഗ്പ. ആ സമ്പ്രദായം മാഞ്ഞു പോകുകയായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. നിരവധി സോവ റിഗ്പ ചികിത്സകരെ ഒരുമിപ്പിച്ചു. പല സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. പുരാതന ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചു. ആദരണീയനായ പ്രധാനമന്ത്രിയോട് അദ്ദേഹം നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ലേയിൽ ദേശീയ സോവ റിഗ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകൃതമായി. പക്ഷെ ആ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. 2014 ചൈനീസ് എംബസിയിൽ നിന്ന് എനിക്കൊരു പ്രസ് റിലീസ് ലഭിച്ചു. അതിൽ വ്യക്തമാക്കിയിരുന്നു സോവ റിഗ്പയെ ടിബറ്റൻ മെഡിസിൻ എന്ന പേരിൽ പൈതൃകത്തിന്റെ ഭാഗമായി യുനെസ്കോയിൽ അവകാശപ്പെടുമെന്ന്. ഡോക്ടർ ഗ്യൂർമേത്ത് എല്ലാ തെളിവുകളും അനുബന്ധ രേഖകളും ശേഖരിച്ച് ഒരു സമഗ്ര കേസ് ഫയൽ തയ്യാറാക്കി. ഡോക്ടർ ഗ്യൂർമേത്തിന്റെ ഈ ദൗത്യത്തിന് നിരവധി പേർ കൈത്താങ്ങായി നിന്നു. എന്റെ കുടുംബം ഏറെ ത്യാഗങ്ങൾ സഹിച്ചു. ഏകദേശം 25 വർഷമായി ഞാൻ ഒരു അവധി പോലും എടുത്തിട്ടില്ല. എന്റെ പിതാവ് ആരോഗ്യവാനായിരുന്ന കാലത്ത് എന്നോട് പറയുമായിരുന്നു, വൈദ്യബുദ്ധൻ നിനക്കൊപ്പമുണ്ട്, നല്ലതിനായി പ്രവർത്തിച്ചാൽ നിനക്ക് വിജയമുണ്ടാകും. പുതുതലമുറ ഈ പൈതൃക ജ്ഞാനത്തിലേക്ക് തിരികെ എത്തുന്നു. ഡോക്ടർ ഗ്യൂർമേത്തിന്റെ അക്ഷീണ പ്രയത്നത്തിലൂടെ സോവ റിഗ്പയ്ക്ക് പുതുജീവൻ ലഭിച്ചു. ഒരു ചികിത്സകന്റെ മകനിൽ നിന്നും ഭാരതത്തിലെ സോവ റിഗ്പയുടെ രക്ഷകനായി മാറിയ വിസ്മയാവഹമായ യാത്ര. ഡോക്ടർ പത്മ ഗ്യൂർമേത്ത് പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.